അവരെ കോൺഗ്രസിന്റെ ഈ വലിയ തറവാട്ടിലേക്ക്, ഈ കുടുംബത്തിലേക്ക് ഞങ്ങൾ എല്ലാവരും ചേർന്ന് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഐഷാപ്പറ്റല്ല ആരായാലും മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നതിന്റെ മൗലിക അവകാശം അവരവർക്കുള്ളതാണ്. അത് വേറെ നാട്ടുകാർക്കും വേറെ ആർക്കും ഉള്ളതല്ല എന്ന് വിചാരിച്ച് അവര് ബാലഗോപാലിനെ എതിരെ നിന്ന് ജയിക്കാവുന്നുള്ള മോഹം വേണ്ട. വർഷങ്ങൾക്ക് മുമ്പ് അവർ കോൺഗ്രസിൽ പോകേണ്ട കക്ഷിയാണ്. ഈ നാല് കമ്മ്യൂണിസ്റ്റിന്റെ കൂടി ചേർന്ന് പല പല പ്രശ്നങ്ങളും അവർ കൂട്ടുനിന്ന് പല പല കുഴപ്പങ്ങളും ചെയ്ത് കൊട്ടാരക്കരക്കാരെ വികസനം ഉണ്ടാക്കി വെച്ചെന്നത്. എന്ത് വികസനം! പാവങ്ങളെ പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് അവരെന്തിനാ പോയത്? ഇവിടെ ഐഷാപ്പറ്റല്ല, ഇവിടെ ആര് നിന്നാലും കൊട്ടാരക്കര ബാലഗോപാൽ സാറെ ഇവിടെ ജയിക്കും. ഇത് കോൺഗ്രസിന് ഒരു കാലത്തും ഗുണം ചെയ്യത്തില്ല. മാത്രമല്ല, കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് കെ എൻ ബാലഗോപാൽ കൊട്ടാരക്കരയിൽ കൊണ്ടുവന്ന വികസനങ്ങളും ഇവിടുത്തെ എല്ലാ ജനങ്ങളും നേരിട്ട് കണ്ടറിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇനി ബാലഗോപാലിനെ ആരെ കൊണ്ട് നിർത്തിയാലും ഇവിടെ കോൺഗ്രസിന് ജയിക്കാൻ പറ്റുകയില്ല. ബാലഗോപാൽ അത്രമാത്രം ജനസമ്മതിയുള്ള ഒരു നേതാവായി കൊട്ടാരക്കരയിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി അടക്കം കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിലെ മറ്റ് പഞ്ചായത്തുകളോട് നോക്കിയാൽ വളരെ മുന്നോക്കം LDFിനുള്ള ഒരു നിയോജകമണ്ഡലമാണ് കൊട്ടാരക്കര. അതുകൊണ്ടാണ് ശ്രീമതി ഐഷാപ്പറ്റി LDF സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന 3 സന്ദർഭത്തിലും അവരുടെ ഭൂരിപക്ഷം കൂട്ടി വന്നതും അതുപോലെ തന്നെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാനുണ്ടായ സാഹചര്യം. അതിനുശേഷം ബഹുമാന്യനായ കെ എൻ ബാലഗോപാൽ ഇവിടെ മത്സരിച്ചു LDF അധികാരത്തിൽ വന്നു. അദ്ദേഹം കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായി. ഇന്ന് വരെ കൊട്ടാരക്കരയിൽ കാണാൻ കഴിയാത്ത നിലവാരത്തിലുള്ളതായ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഇവിടെ നടത്തിയുണ്ടായി. 4 വർഷം കൊണ്ട് 1200 കോടി രൂപയുടെ വികസനമാണ് കൊട്ടാരക്കരയിൽ കൊണ്ടുവന്നത്. അതിൽ പണി പൂർത്തീകരിച്ചതുണ്ട്, പണി പൂർത്തീകരിക്കാൻ പോകുന്നതുണ്ട്. അതിന് സാങ്കേതിക അനുമതി അടക്കം കിട്ടിയതും അതിനുവേണ്ടി ഫണ്ട് നീക്കിവെച്ചതുമായ ഒട്ടനവധി പദ്ധതികളുണ്ട്. അപ്പം ശരാശരി 300 കോടി രൂപയാണ് ഒരു വർഷം ഈ കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിൽ അദ്ദേഹം ചെലവഴിച്ചത്. അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇവിടെ മത്സരിക്കുന്ന കെ എൻ ബാലഗോപാലിനോ യാതൊരു വിധത്തിലുള്ള ഒരു ഭീഷണിയും ശ്രീമതി ഐഷാപ്പറ്റി ചെയ്യാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അവർ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചതും ഭൂരിപക്ഷം കിട്ടി MLA ആയതുമൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാൻഡിഡേറ്റ് ആയിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അതൊരു ഭീഷണിയല്ല. മറിച്ച് കോൺഗ്രസിന് ഒരുപക്ഷെ അക്കാര്യത്തിൽ അവർ പുനർചിന്തനം നടത്തേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആര് നിർത്തിയാൽ ശരി തന്നെ കെ എൻ ബാലഗോപാൽ വൻ ഭൂരിപക്ഷത്തിൽ കൊട്ടാരക്കര ജയിക്കും. 135 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കേരളം ബാലഗോപാൽ കൊട്ടാരക്കര ജയിക്കും. കാരണം അത്ര വികസന പ്രവർത്തനങ്ങൾ കൊട്ടാരക്കര നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ബാലഗോപാലെ തോൽപ്പിക്കാൻ ആരെ കൊണ്ട് കഴിയത്തില്ല. ഐഷാപ്പറ്റി പാർട്ടി മാറിയതിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അവർക്ക് ആ പാർട്ടിയോട് പോകണമെന്ന് താല്പര്യപ്പെട്ട് അങ്ങനെ അങ്ങ് പോയി. പിന്നെ നല്ല വികസനം ചെയ്തുകൊണ്ടിരുന്ന കൊട്ടാരക്കരയുടെ വികസനം ചെയ്തുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകയായിരുന്നു, MLA ആയിരുന്നു ഐഷാപ്പറ്റി. നല്ലൊരു MLA ആയിരുന്നു. ജനങ്ങൾ എപ്പോഴും രാജഗോപാലിന്റെ കൂടെ തന്നെയായിരിക്കും. വികസന പ്രവർത്തനങ്ങളും നല്ല കാര്യങ്ങളും നന്മയും ചെയ്യുന്ന ഒരു വ്യക്തിയോടെ എപ്പോഴും ആൾക്കാർ കാണും. കാലം മാറുന്നതിന് കൂടി യാതൊരു ജനങ്ങൾക്കും മറ്റ് കാണികൾക്കായാലും ജനങ്ങൾക്കായാലും മറ്റു ആൾക്കാർക്കായാലും അതിനോട് യോജിപ്പൊരിക്കലും ഉണ്ടാവുന്നത്. എപ്പോഴും നല്ല പ്രവർത്തനം ചെയ്യുന്ന ഏതൊരു വ്യക്തിയാണോ, പ്രത്യേകിച്ച് ഇപ്പോൾ ഇതുവരെ ഞങ്ങൾക്ക് കിട്ടാത്ത ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് രാജഗോപാൽ എന്ന് ഞാൻ എവിടെയും ഞാൻ പറയും. ബാലഗോപാൽ